ഞങ്ങളിപ്പോ പോകുന്നത് ജിദ്ദയിലേക്കാണ്. എന്റെ ഒന്ന് രണ്ട് ചങ്ക് സുഹൃത്തുക്കളെ കാണാനും അവരുമൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. ഇൻഷാ അള്ളാ അങ്ങനെ ഒരു സുഹൃത്തിനെ കണ്ടു. അവരുടെ ഫാമിലി ഉണ്ട്. അവരുടെ ഫാമിലിയുടെ ഒത്ത് ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യമായി കണ്ടതിന്റെ ഒരു സന്തോഷം കൂടുതലുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു അറിവില്ലാത്ത എന്റെ ഞങ്ങളുടെ മക്കൾക്ക് എന്ത് സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഇൻഷാ അള്ളാ അവരുമൊത്ത് ചെലവഴിച്ചു. പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങള് നോമ്പ് തുറക്കാൻ എഴുന്നേറ്റ് നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഞങ്ങള് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ രണ്ടാമത്തെ ചങ്ക് സുഹൃത്തിനെ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മലയാളിയുടെ പ്രിയപ്പെട്ട അഞ്ചുറിയാൽ കടയിലേക്ക്, മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, സൗദി അറേബ്യയിൽ ഏത് നാട്ടിൽ പോയാലും ഫസ്റ്റ് അന്വേഷിക്കുന്ന അഞ്ചുറിയാൽ കടയാണ്. ഞങ്ങൾ അങ്ങനെ അഞ്ചുറിയാൽ കടയിലെത്തി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ തിരക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്റെ രണ്ടാമത്തെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ബലദിലാണ് അവനുള്ളത്. അങ്ങനെ ബലദില് ഞങ്ങൾ എത്തി. അവന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ അയച്ചെന്ന് ഞങ്ങൾ ഷോപ്പിലെത്തി. അവനെ കണ്ടു. മാഷാ അല്ലാ ഒരുപാട് സന്തോഷമായി. വർഷങ്ങൾക്ക് ശേഷം രണ്ട് സുഹൃത്തുക്കളെ കണ്ടതിലും ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് പഠിച്ചവരാണ്. മൂന്ന് പേരും ഒന്നിച്ച് കൂടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികള് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുഹൃത്തുക്കള് വളരെ കമ്മിയാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ അങ്ങനെ അവന്റെ കടയിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. മാഷാ അല്ലാ നല്ല വില കുറവുണ്ട്, ഒന്നും പറയാനില്ല. നമ്മള് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല റേറ്റ് കുറഞ്ഞിട്ട് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് വാച്ചുകൾ, കുട്ടികളുടെ വാച്ചുകളായാലും വലിയവരുടെ വാച്ചുകളായാലും ലേഡീസ് വാച്ച്, കപ്പിൾ വാച്ച്, ഗിഫ്റ്റ് കൊടുക്കാനുള്ള വാച്ച് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലേക്ക് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മാഷാ അല്ലാ നല്ല അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. പലത് തന്നെയാണ് ഹോട്ടലിലുള്ളത്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും യാത്ര പറഞ്ഞു തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ജിദ്ദയിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നാളെ വരുന്നതുവരെ എല്ലാവരോടും ബൈ, ഗുഡ് നൈറ്റ്.